ആട്ടി വിട്ടോടാ ജിബിച്ചെന്നിരിക്കട്ടെ. പറഞ്ഞു അങ്ങനെ ഓണം എത്തുകയാണ്. ഇന്ന് ചിങ്ങം 1, ഇന്നേക്ക് 10-ാം നാള് തിരുവോണം. ഇപ്പൊ നമ്മുടെ ആഘോഷം എന്താ ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ്. ദിസ് ഇസ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പെസൻസ് കോമഡി മാസ്റ്റേഴ്സ്, co-presented by SLBS Marklands, powered by Amrithaveni Light Kit, co-powered by Rajkumari Group. അടിപൊളി. അപ്പൊ ഓണമായിട്ട് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങ് വരട്ടെ. ശരിക്കും നമ്മുടെ ഓണാഘോഷം ഇന്ന് തുടങ്ങുമല്ലേ? പക്ഷെ നമ്മുടെ ഈ കോസ്റ്റ്യൂം, ഈ സാരി ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ അടിക്കില്ലേ? എന്താ ഇപ്പൊ ഓണത്തിന് ഇങ്ങനെ ഒരു വേറൊരു ടൈപ്പിലെ കോസ്റ്റ്യൂമിലൊക്കെ വന്നേക്കുന്നു അല്ലെ? ഒരു തമിഴ്നാട് സ്റ്റൈലൊക്കെ. അതിനൊരു കാര്യമുണ്ട്. നമ്മൾ പറയും ഓണം ജാതി മത ഭേദമന്യേ ആഘോഷിക്കണം എന്ന്. നമ്മളിവിടെ ജാതി മത സംസ്ഥാന ഭേദമന്യേ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഓണാഘോഷം ഭയങ്കര വലുതാണല്ലോ. എന്നിരുന്നാലും നമ്മുടെ പൂക്കൾ വരുന്നത് തോവാളിൽ നിന്നാണ്. അപ്പൊ ബേസിക്കലി തമിഴ്നാടോട് നമുക്ക് ഒരു തിക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അന്തർധാര ഉണ്ട് അല്ലേ? നമ്മൾ ആ ഒരു ബ്ലെൻഡാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തങ്കച്ചി ബന്ധം ഏകദേശം അതേപോലെ തന്നെയാണ്. ശ്വേത ചേച്ചിയുടെ ചോദിക്കട്ടെ, ചേച്ചി ഓണാഘോഷം എന്താ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മളെല്ലാരും റെഡി ആയിരിക്കാണ്. എന്നാ പറയാനുള്ളത്? സുന്ദരിമാരായിട്ട് 3 സുന്ദരീസ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയില്ലേ, അതന്നെ ബ്യൂട്ടിയാണ്. അതിലേത് നിങ്ങൾ വേഷം ഇട്ടാലും ഓണം ഓണം തന്നെയാണ്. എന്നെ സംബന്ധിച്ച അതാണ്. പിന്നെ നമ്മളെ ഈ എന്താ പറയമ്മ അതാണ്. അപ്പൊ എന്തായാലും ചേച്ചി ഓണാഘോഷം നമ്മളിതാ വൈബാക്കാൻ തുടങ്ങിയാണ്. ഇവിടുന്ന് വെച്ചടി പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ, കളർഫുൾ ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ടീമിനെയും കൂടെ സ്വാഗതം ചെയ്യണ്ടേ? നാട്ടുകൂട്ടമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ആലിംഗലമ്മ ടീം. ഇവര് ഇരിക്കുന്ന നിസ്സാരക്കാരായിട്ടാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോ ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. കാണേണ്ട പെർഫോമൻസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആക്കി തരുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും ഇവരുടെ. ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? റെഡി. അപ്പൊ ഓണം നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. ഇന്ന് തൊട്ട് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഒരു ആർപ്പ് വിളി കിട്ടുവോ? ചേച്ചി, നമുക്ക് സ്കിറ്റ് ഇറക്കിയാലോ? പിന്നെ കമോൺ ചേച്ചി. മക്കളെ വായോ വായോ വായോ. നമുക്ക് സാറിനോട് സംസാരിച്ചിട്ട് സാറ് പറയണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ അനുസരിച്ച് ചെയ്യാം. കണക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഈ ഓണാഘോഷത്തിനെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇപ്പൊ നിയമസഭാ യോഗം വിളിച്ചു കൂട്ടിയത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സമ്മതിച്ചു കൊടുക്കരുത്, എതിർക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ട് MLA വെറുതെ ചമ്മല്ലേ, MLA തുമ്മല്ലേ. അതുകൊള്ളല്ലോ, MLA ചമ്മല്ലേ, MLA തുമ്മല്ലേ. അടുത്ത പ്രസംഗത്തിന് അടിക്കാം. പ്രസംഗത്തിൽ നിന്ന് ജനങ്ങളുടെ അടിയും പേടിച്ചോണ്ട് തല്ലല്ലേ എന്ന് പറഞ്ഞു വന്നാ ഞാൻ ലല്ലല്ല പറയും. ഇല്ലല്ലേ. അതെ, നിങ്ങൾ പറയണതൊക്കെ ഞങ്ങൾ കേട്ടു. കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഓണാഘോഷം നടത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തവണ ഞങ്ങളൊരു ഓണാഘോഷം നടത്തും. അത് നിങ്ങൾ കാണണം. കാണണ്ട കാണണം കാണണ്ട കാണണം കാണണ്ട കാണണം കാണണ്ട കാണണം കാണണ്ട കാണണം കാണണ്ട കാണണം കാണണ്ട കാണണ്ട ഇത് എത്ര നേരം ഈ കാണണം കാണണമെന്ന് പറയല? ആരെങ്കിലും ഒന്ന് കാണിക്കാവോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. അതെ, അത് പുതിയൊരു ശബ്ദം. അതാണ് ഞങ്ങളുടെ പുതിയ മുഖം, സുമേഷ് പിഷാരടി. അല്ല, ഈ ഇവിടുത്തെ ഈ ബഹളവും കാര്യങ്ങളും കേട്ടെ കുറച്ച് ഞാൻ പുറകിൽ നിൽക്കുമായിരുന്നു. ആ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികരെ, എനിക്ക് ഇവിടുത്തെ ഒരു കലാരൂപം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാനും ധർമ്മജനും കൂടി ഡെറാഡൂണിൽ ഒരു കുടുംബശ്രീയുടെ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഇതുപോലെ കുറച്ച് തമാശകൾ ഉണ്ടായിട്ട് ഒരു സ്പോൺസറും ഞാനും കൂടി 4 കോമഡിയുണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തമാശ നടക്കുന്ന സമയത്ത് 2 വിറ്റൂടെ ഉണ്ടായിരുന്നു. പറയാൻ ഞാൻ സമയം തരും. സമയമുണ്ടോ? സമയമുണ്ട്. സുമേഷ്
പറഞ്ഞോ. ഗ്യാപ്പ് വേണോ? അത് സാറ് വരട്ടെ, എന്നിട്ട് തരാം. ആണല്ലേ? അതായത് സുമേഷ് ഇന്ന് വരെ കണ്ട കലാപരിപാടികളല്ല ഇവിടുത്തെ കലാപരിപാടികൾ. വേറെ ഉണ്ട്. ഇവിടുത്തെ വേറെ കലാപരിപാടികൾ. അപ്പൊ ആ കലാപരിപാടിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്ന ഒരു 3 കോമഡി ഉണ്ട്. അതിനൊക്കെ സമയം തരാം. അതെ 10 മണിക്ക് യോഗം തുറക്കുന്ന പറഞ്ഞ സ്പീക്കർ അവിടെ വരുമല്ലോ. വന്നില്ലല്ലോ. 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 ഒരു സെക്കൻഡ്, നേരത്തെ ടൈമിംഗ് കിട്ടിയില്ല, ഇപ്പോഴത് കിട്ടിയത്. സൈലൻസ് സാർ. ആരാ സൈലൻസ് തെറ്റിച്ചു പറഞ്ഞ്? തെറ്റിച്ച് പറഞ്ഞല്ലേ? അപ്പൊ സ്പീക്കർ ആയിരിക്കും. അടിപൊളി. വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എല്ലാവരും സമ്മാനദാനത്തോടെ ഇരുന്നാട്ടെ. സമ്മാനദാനോ? സമാധാനമാണോ സാർ ഉദ്ദേശിച്ചത്? ആയിക്കോട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഈ സഭയ്ക്കൊരു ഡക്കാറോണ്ടമുണ്ട്. ആ ഡക്കാറോണ്ടം വഴിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. മനുഷ്യനാണ്, നാക്ക് പിഴ വരാത്തവരാരും തന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? 32 നാക്കിനിടെ കിടക്കുന്ന ഒരു പല്ലാണ്. ആർക്കും പറ്റുകളൊക്കെ തെറ്റിപ്പറ്റ. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ തെറ്റിക്കും, നിങ്ങൾ തെറ്റിക്കരുന്നാ മതി. ഞാൻ വന്ന് വേറെ കാര്യമൊന്നും വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ് കൂടിയിരിക്കുന്നത്? ഓണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതെ സാർ, അതെ സാർ. 10 വർഷക്കാലം ആ. ഞാൻ ഗംഭീരമായിട്ടാണ് ഓണാഘോഷം നടത്തിയത്. ഞങ്ങൾ. മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സാറേ എന്റെ പൊന്ന് സാറേ, പറഞ്ഞോളൂ. 10 വർഷം ഇവര് ഓണാഘോഷം നടത്തിയത് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം. സാറേ ഇവര് ലോൺ എടുത്തല്ലേ സാറേ ഓണാഘോഷം നടത്തുന്നത്? ലോൺ എടുത്തിട്ടായാലും ഞങ്ങൾ ഓണാഘോഷം നടത്തിയല്ലോ സാർ. ലോൺ എടുത്ത് ഓണാഘോഷം നടത്തിയാൽ അത് ഓണാഘോഷമല്ല, ലോണാഘോഷമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഓണാഘോഷത്തെ കുറിച്ചാണോ പറയുന്നത്? സംസാരിക്കാൻ വന്നത് അല്ലല്ലോ. ഓണാഘോഷത്തെ കുറിച്ചല്ലേ. നമുക്ക് എന്തൊക്കെ ഓണപരിപാടികൾ വെക്കാന്നുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. അല്ല, എനിക്കൊരു കാര്യം പറയാം. ഈ പരിപാടിയുടെ കാര്യം പറയുമ്പം ഞാനും ധർമ്മനും കൂടെ ഉഗാണ്ടയിൽ ഒരു കുടുംബശ്രീയുടെ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എന്റെ പൊന്നു പിലാശെട്ടി, പിഷാരടി കഥകളൊക്കെ പിന്നെ പറയാം. അവിടെ ഇരുന്നാട്ടെ, അവിടെ ഇരുന്നാട്ടെ. ഞാൻ പറയുന്നത് നമുക്ക് ഓണപരിപാടികൾ എങ്ങനെ തുടങ്ങാമെന്നുള്ള ചർച്ചയാണ്. സാറ് തന്നെ പറഞ്ഞു തുടങ്ങും. ഞാൻ പറയാം. നമുക്ക് ഈ കൊല്ലത്തെ ഓണത്തിന് പോയിസം കൂടി മത്സരം വെക്കാം. നല്ലതായിരിക്കില്ലേ പോയിസം കൂടി മത്സരം? കേരളത്തിലുള്ളവരെ കൊല്ലാൻ പോണാ? നമ്മൾ എല്ലാ വീടുകളിലും പോയിസം വെക്കുമല്ലോ. സാർ പായസമാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, പായസം കൂടി അതെ അതെ. ആർക്കാണ് ആർക്കും പറ്റുകൾ തെറ്റാം. അപ്പൊ നമുക്ക് പായസം കൂടി മത്സരം വെക്കാം. വളരെ നല്ല തീരുമാനമാണ് സാർ. വളരെ നല്ല തീരുമാനം. മത്സരം നമുക്ക് ബസിന്റെ അകത്ത് വെക്കാം. സാർ പായസം കൂടി മത്സരത്തിൽ പ്രത്യേകിച്ച് ബസ്സിലാണെങ്കിൽ ഞാൻ ഇല്ല. അതെന്ത് ബസ്സിനകത്ത് പായസം കൂടി മത്സരം? ഒരിക്കൽ തലയിൽ കൂടെ വീണതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. പായസം വീട്ടിലേക്ക് കൊണ്ട് ഇപ്പൊ പായസം തരുമെന്നല്ല, ഓണത്തിന് തരുമെന്നാണ് നാണം കെടുത്താൻ. പായസം വേണം സാർ. എന്തുകൊണ്ടെന്നറിയാമോ ഇങ്ങനെ സിന്ധു പേടിക്കുന്നത്? ചൂടുവെള്ളത്തിൽ വീണ സായിപ്പ് എന്ത് കണ്ടാലും ഒന്ന് പേടിക്കും. ചൂടുവെള്ളത്തിൽ വീണ ബിന്ദു അല്ലേ? പായസത്തിൽ വീണ സിന്ധു അല്ലേ? എന്താണെങ്കിലും സിന്ധു പേടിച്ചില്ലേ? അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പായസം കുടിച്ച സിന്ധു എന്ത് കണ്ടാലും പേടിക്കും. പായസം കുടിച്ച അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? ചൂട് പായസം വീണ ചൂട് പായസം വീണ സിന്ധു തണുത്ത പായസം കണ്ടാലും പേടിക്കും. അല്ല, ഈ പായസത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്ന് എന്താണെന്നറിയാവോ? ഞങ്ങള് അഫ്ഗാനിസ്ഥാനില് ഞാനും ധർമ്മനും കൂടി ഒരു പരിപാടിക്ക് അവിടുത്തെ ഒരു പ്രത്യേകതരം പായസം എന്റെ പെണ്ണ് സുമേഷ്, കഥയൊക്കെ പിന്നെ പറയാം. ഒന്ന് അടങ്ങിയിരിക്കും. നമുക്ക് അടുത്ത എന്ത് പ്രോഗ്രാം വേണമെന്നുള്ള കാര്യം ചർച്ച ചെയ്യും. സാർ എനിക്ക് പറയാനുള്ള സാർ, എല്ലാ പ്രാവശ്യവും ഓണാഘോഷം നടത്തുമ്പോൾ നമ്മൾ വെള്ളം കൂടി മത്സരം നടത്താറുണ്ട് സാർ. അതുകൊണ്ട് ഇപ്രാവശ്യവും വെള്ളം കൂടി മത്സരം നടത്തണമെന്നാണ് സാർ ഞങ്ങളുടെ ആഗ്രഹം. സാർ ഇതിന് ഞങ്ങൾ എതിരാണ് സാർ. വെള്ളമടി മത്സരം ഇവിടെ നടത്താൻ പറ്റില്ല. നമ്മൾ ഭരണത്തിന് വന്നതിന് ശേഷം നമ്മളാണ് ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെ വെള്ളമടി മത്സരം ഇവിടെ നടത്തും? വെള്ളമടി എന്നല്ല പറഞ്ഞ, വെള്ളം കുടി. ആദ്യം കുടിക്കും, പിന്നെ അടിക്കും, പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ. മത്സരം വേണം സാർ. വെള്ളം എന്താ വെള്ളം കൂടി മത്സരം വേണം സാർ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പായസക്കുടി മത്സരത്തിന്റെ കാര്യം?
ഈ പായസം കൂടി മത്സരത്തിൽ ഞാൻ മത്സരിച്ചിരുന്നു എങ്കിൽ ഷുവറായിട്ടും വീണ് പോയേനെ. സാർ ഷുവറായിട്ട് സാറ് തോക്കുമെങ്കിൽ മത്സരിക്കരുത്. നമ്മുടെ ഈ പാർട്ടിക്കാണ് അതിന്റെ നാണക്കേട്. അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രമേയമുണ്ടല്ലോ. ആ പ്രമേയം പാസ്സാക്കൂ സാർ. അതല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പ്രമേയമുണ്ടല്ലോ. സാറ് മനുഷ്യന്റെ ശരീരത്തിൽ വരുന്നത് പ്രമേയമല്ല, പിന്നെ അത് പ്രണയമാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെയൊക്കെ ശല്യം കരുതിയാണ് ഞാൻ ഇവിടെ വന്ന് മനസ്സമാധാനമായിട്ടിരിക്കുന്നത്. അതിനിടെ കയറി ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയരുത്. ഒരു ഡെക്കാറാണ്ടമുണ്ട്, നമ്മൾ അതിൽ തന്നെ പിടിച്ചു പോകണം. സോറി സാർ. മനസ്സിലായില്ലേ? ബാക്കി പരിപാടി എന്താ വെച്ചാൽ പറഞ്ഞോളൂ. സാർ ഇവർ വെള്ളം കൂടി മത്സരം നടത്താമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുന്നു, നമുക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരം വെച്ചൂടെ? കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വീര്യം കുറഞ്ഞ വെള്ളം നിറയ്ക്കണമോ വീര്യം കൂടി വെള്ളം നിറയ്ക്കണമോ തീരുമാനം പറയാം. ആ പരിപാടി അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ഓണപരിപാടി എന്ന് പറഞ്ഞ് കുപ്പിയിൽ വീര്യം കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല, അംഗീകരിക്കത്തില്ല. വിളികടാമുദ്രാവാക്യം. സാറേ ഒരു കാര്യം പറയാം സാറേ, എന്താ? നമുക്ക് പുലികളി മത്സരം നടത്തിയോ? പുലികളി വേണം. പുലികളി മത്സരം നല്ലൊരു മത്സരമാണ്. പുലികളി മത്സരം നടത്താൻ അത് നിങ്ങൾക്ക് മത്സരം നടത്തണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വല്ലതും കൊണ്ടുവച്ച് നടത്തണം. ഇവിടെ അത് നടത്താൻ പറ്റില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കൂല. പുലികളി മത്സരം ഇവിടെ പറ്റില്ല. തൃശ്ശൂർ എന്ത് കേരളത്തിലല്ലേ? പുലികളി മത്സരം ഇവിടെ നടത്താൻ പറ്റില്ല. എന്താണ് സാർ പറഞ്ഞത്? തൃശ്ശൂർ കേരളത്തിലല്ലേ സാർ? ഓണത്തിനല്ലേ സാർ പുലികളി നടത്തേണ്ടത്? അല്ലാതെ ക്രിസ്മസിലെ പാപ്പാഞ്ഞിയാണോ സാർ ഓണത്തിന് വരേണ്ടത്? ജിങ്കിൾ ബെൽ കളിച്ചുകൊണ്ട് എന്താണ് സാർ? അത് ആ വക വർത്താനം നിങ്ങൾ പറയരുത്. ഞാനൊരു കാര്യം ഇയാൾ എന്ത് അസംബന്ധമാണ് സാറെ കാണിക്കുന്നത്? ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഇയാൾ എന്തിനാണ് മുണ്ടുപൊക്കി കാണിക്കുന്നത്? ഇതിവിടെ സമ്മതിച്ചു തരാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എന്തിന്റെ ക്രമീഡിയാണ് ഒരു സഭ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിനിടെ മുണ്ട് പൊക്കി കൊണ്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? അല്ല സാർ ഉദ്ദേശിച്ച രീതിയിലല്ല സാർ. പിന്നെ എന്താണ് ഞങ്ങളെ കാണിച്ചത്? സാർ അദ്ദേഹം ആലപ്പുഴയുടെ MLA ആണ് സാർ. അവിടെ വെള്ളവും ഒക്കെ ആവുമ്പോൾ അവിടെ നടക്കുമ്പോഴൊക്കെ ഇത് മുണ്ടിങ്ങനെ പൊക്കി അതുകൊണ്ടാണ് സാർ. ഞാൻ ആലപ്പുഴ MLA ആണോ? ആലപ്പുഴ MLA. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഒരു കാര്യം പറയാനുണ്ട് സാർ. എന്താണ്? ഞാൻ ആലപ്പുഴ MLA ആണ് സാർ. എന്ത് കഷ്ടമൊന്നും ആലോചിച്ച് നോക്കണം. ഇപ്പോഴാണ് ആലപ്പുഴ MLA യുടെ പറയുമ്പോൾ ഞാൻ പാലക്കാടിന്റെ MLA ആണല്ലോ. പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഗ്രാമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ നല്ല പുഴകളും കാടും തരുവികളും ഒക്കെയുള്ള ഒരു മനോഹരമായ നാട്ടിന്റെ MLA ആണല്ലോ ഞാൻ. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. എന്താണ്? കേട്ടില്ല. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. നല്ല കാര്യമാണ്, പറഞ്ഞു. സാർ ഇവിടെ കഥയാണെങ്കിൽ പറയരുത്, പുള്ളി പാട്ടിടും. അതെ ഇല്ല അതെയല്ല സാർ. സാർ എനിക്ക് പറയാനുള്ളത്, MLA മാര് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഡെസ്കിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു സാർ. ഇങ്ങനെ അടിക്കരുതെന്ന്, ഇത് ആ അടിക്കുന്നതെന്ന് നിരോധിക്കണം സാർ. അതെ, എനിക്കാണെങ്കിൽ ടൈമിങ് കിട്ടുന്നില്ല. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ കൈയിട്ടിങ്ങനെ അടിക്കുന്ന സംഭവം അത് മതിയാക്കണം. നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അതിനുള്ള ഡിസ്റ്റർബൻസ്? എന്താണ് കാണാൻ സാർ? ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല സാർ, അതാണ്. ഉറങ്ങാനോ നിയമസഭയിൽ വരണം? അതെ, പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നാ പോരാ. അല്ല, ഇവിടെ കിടന്നുറങ്ങുന്നത് സുഖമായി, വീട്ടിൽ കിടന്നുറങ്ങിയാൽ കിട്ടുകയല്ല, അതുകൊണ്ടാണ്. എവിടത്തെ MLA എന്ന് പറഞ്ഞത്? ഇടുക്കി. പടയപ്പയ്ക്കും വേണ്ടടാ നിന്നെ. സാറേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു സാർ. ഞാനൊരു ആശയം പറയാം. എന്താണ്? നമുക്ക് ചാക്കി കയറിയുള്ള ചാട്ടം വെക്കാം. അത് നല്ല സാർ. നമ്മൾ കൈയടിച്ച് പാസ്സാക്കുന്നു. നമ്മൾ അതിനെ കൈയടിച്ച് പാസ്സാക്കുന്നു. വേറെ ഒന്നും കൊള്ള സാർ, ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറഞ്ഞു. അതായത് ജനങ്ങളെ ചാക്കിലാക്കിയാണ് നിങ്ങൾ ഭരണത്തിലേക്ക് വന്നത്. അപ്പോ നിങ്ങൾ എന്തുകൊണ്ടും ചാക്കിൽ കയറിയുള്ള ചാട്ടം നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ്. കൈയടിച്ച് ഞങ്ങൾ പാസ്സാക്കുന്നു. അസംബന്ധമാണ് സാർ പറയുന്നത്. 10 വർഷം ജനങ്ങളെ ചാക്കിലിട്ട് പൂട്ടിയിരുന്ന ആ ചാക്ക് അഴിച്ചു വിട്ടാണ് ഞങ്ങൾ വേറെ ചാക്കിലേക്ക് ആളുകളെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വർത്താനം പറയരുത്, അനുവദിക്കുന്നതല്ല. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ എപ്പോഴും ചാക്കി തന്നെ. ഈ ചാക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും ചാക്കോച്ചനും മഞ്ജുവാരും കൂടെ ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ച് എന്റെ 2ാമത്തെ വാർഷികാഘോഷത്തിന് വിശിഷ്ടാതികളായിട്ട് പോകുന്ന സമയത്ത് ധർമ്മജന്റെ ഒരു സാധനം വരാൻ. ഞാനൊരു കാര്യം പറയട്ടെ. ചാക്കോച്ചന്റെ ഈ മഞ്ജുവിന്റെ നമ്പർ എന്റെ ഉണ്ട്, ഞാൻ വിളിച്ചു ചോദിക്കും. ഇല്ലാ കഥകൾ വെറുതെ പറയരുത്. അവിടെ ഇരിക്കും. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. സാർ അതായത് ജനങ്ങൾക്ക് നമ്മുടെ ഓണത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള, കുട്ടികൾക്ക് ഓണത്തിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ സാമാജികരുടെ ഒരു പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കണം സാർ. മാവേലി സ്റ്റോറിയെ കുറിച്ച് എന്തറിയാം സാർ? ഞാൻ പറയാം സാർ. മാവേലി സ്റ്റോർ എന്റെ പേരിൽ 3 എണ്ണം ഉണ്ട് വീടിന്റെ അടുത്ത്. അവിടെ പഞ്ചസാരയില്ല, ചായപ്പൊടിയില്ല, മുളക് പൊടിയില്ല. ജനങ്ങൾക്ക് മാവേലി സ്റ്റോറി, മറ്റൊന്ന് മാവേലിയുടെ സ്റ്റോറി കഥ.
മാവേലി സ്റ്റോറിയാണ് മാവേലി സ്റ്റോറി ആരെങ്കിലും അറിയാം? സാർ ഞാൻ പറയാം സാർ പറഞ്ഞോളൂ. ഞാൻ പറയാം അതായത് മാവേലി എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് ചവറയിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ അമ്മുമ്മയുടെ കുഞ്ഞമ്മയുടെ മോളുടെ അപ്പൂപ്പന്റെ മോന്റെ കൊച്ചുമോനാണ് ഈ മാവേലി. ഓ പിന്നെ എനിക്കറിഞ്ഞൂടെ എങ്ങനെ ഇരിക്കുന്നു? ഒരു ബിർണാണി കൊച്ചിന്റെ കാര്യം പറഞ്ഞ് ഏറലായത് പോലെ വീണ്ടും മാവേലിയുടെ ബന്ധപ്പെടുത്തണം. അല്ല ഞാൻ ചോദിച്ചോളൂ, ഈ ബഹിരാകാശത്ത് ചിക്കൻ ബിരിയാണി വല്ലതും കൊടുക്കണ? അത് അല്ല ഇടക്കിടക്ക് പോണം ഇത്ര തള്ളല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പൊന്നു സിന്ധു, എന്താണ് ഇങ്ങനെ ബന്ധുത്വം പറഞ്ഞുകൊണ്ട് വരുന്നത്? മറ്റു മത്സരങ്ങളെ കുറിച്ച് പറയും. എനിക്കൊരു ആശയം പറയാം. ഞങ്ങൾക്കും ആശയങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു ആശയം ഞങ്ങൾക്കും ആശയങ്ങൾ പറയാം. പറയാനുണ്ട്. ഞാനല്ലേ ആദ്യ ആശയം സാർ, 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 ഞാനാണ് ഇവിടെ നല്ല ആശയങ്ങൾ പറഞ്ഞ ഞങ്ങളാണ്. ഞാനാണ് ആദ്യ ആശയം സാർ, സാർ, സാറിന് പറയാൻ മനസ്സിലാവുള്ളൂ സാർ. ഇവിടെ ഇത്രയും പറഞ്ഞ ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ആശയങ്ങൾ, ഓണത്തിനുള്ള നല്ല ആശയങ്ങൾ പറഞ്ഞ ഞങ്ങളാണ് സാർ. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ആശയം പറയാനുണ്ട്. അല്ല ആ പാട്ടിട്ടോ, ആ പാട്ടം കിട്ടും, ഇങ്ങനെ സമ്മതിക്കും. ഞാനൊരു കാര്യം പറയാം. സിന്ധുവാണ് ആദ്യം ആശയം പറയാന്ന് പറഞ്ഞത്. സിന്ധു തന്നെ പറയട്ടെ. ഞാൻ പറയൂലേ ഇനി സിന്ധു, ഞാൻ പറയൂല പോ. സിന്ധു, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സിന്ധു, ഞാൻ ഇനി പറയൂല. സിന്ധുവേ, പോടുന്നു. ഒരു നിയമസഭയിൽ കാണിക്കാൻ പറ്റിയ കാര്യമാണോ കാണിച്ചത്? എന്താണ് സിന്ധു കാണിച്ചത്? ഒരു നിയമസഭയ്ക്ക് അയ്യോടോ പിണങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാരണവശാലും നിയമസഭയ്ക്ക് അതിങ്ങനെ ഒരു സംഭവം കാണിക്കാൻ പാടില്ല. ഇനി സിന്ധു ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ കട്ടിസ്. ഞാൻ മിണ്ടില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയം പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാർ 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 ഇതൊരു നിയമസഭയാണ് സാർ. ഞാൻ ആശയം പറയും. ഞാൻ പറഞ്ഞിട്ട് പറയും അങ്ങോട്ട് കുറെ തൊട്ട് ആശയം പറയാം. അത് പറ. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആശയം വരുന്നത്. പറയണം. നമ്മുടെ ഓണാഘോഷ പരിപാടി സംബന്ധിച്ച് നമ്മുടെ നിയമസഭയുടെ നടുത്തളത്തിൽ ഒരു ഊഞ്ഞാലിടണം. നല്ല കാര്യമാണ്. നല്ല മികച്ച തീരുമാനമാണത്. മികച്ച തീരുമാനമാണ്. അല്ല സാർ, മികച്ച തീരുമാനമാണ്. നിങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളുടെ അവസ്ഥയും ഇപ്പോൾ ആ ഊഞ്ഞാല പോലെയാണ്. 3 മാസം കൊണ്ട് മനസ്സിലായി ജനങ്ങൾക്ക്. അല്ല, എന്തായാലും ഊഞ്ഞാലിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റും അതെ അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ കലാപരിപാടികളും നമ്മൾ ചെയ്യാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഊഞ്ഞാല്, പായസം, വെള്ളം കുടി, ചാക്കൽ കയറി ചാട്ടം, പുലികളി എല്ലാ മത്സരങ്ങളും നമ്മൾ വെക്കാം. പക്ഷേ ഈ മത്സരങ്ങൾ വെക്കണമെങ്കിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണ് പ്രശ്നം. പണ്ടെന്ത് പ്രശ്നം സാർ? ഇപ്പോഴും പണ്ടാണ് പ്രശ്നം. ഇപ്പോഴും പണ്ട് പ്രശ്നമാണ്. ഇപ്പോഴും പ്രശ്നം അല്ലെങ്കിൽ പണ്ട് പ്രശ്നം? അല്ല, പണ്ട് പ്രശ്നമാണ്. എങ്ങനെ പണ്ട് പ്രശ്നമാവും സാർ? ഞാൻ ഒരു കാര്യം പറയട്ടെ. മനുഷ്യനാണ്, ആർക്കാണെങ്കിലും തെറ്റുകൾ പറ്റും. പല്ലിന്റെ ഇടയിൽ കിടക്കുന്ന നാക്കാണ്. മനസ്സിലായില്ല? പറ്റുകൾ തെറ്റാം. ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് അതായത് ഇങ്ങനെ എണ്ണുന്ന പണ്ടില്ലേ, പൈസ. അതാണ്. അത് ഫണ്ട് ഭയങ്കര പ്രശ്നമാണ്. ആ ഫണ്ട് പ്രശ്നമായത് കൊണ്ട് ഈ ഓണാഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഒരു 500 കോടി രൂപ കടമെടുക്കാം. അസംബന്ധമാണ് സാർ പറയുന്നത്. സാർ 500 കോടി രൂപ കടമെടുത്താണ് ഓണം ആഘോഷിക്കുന്നത്. ജനങ്ങൾ എന്ത് പറയും സാർ? ഇത് ആര് തിരിച്ചടക്കും സാർ? ആരാണ് പറയുന്നത്? പാവപ്പെട്ട ജനങ്ങളെ നമ്മൾ പട്ടിണിയിലേക്ക് സംശയം. ഇത് ആരാണ് പറയുന്നത്? നിങ്ങൾ കടമെടുത്തിട്ടില്ലേ? നിങ്ങൾ കടമെടുത്തല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തത്? ഇത് ആരടയ്ക്കുമെന്ന് പറഞ്ഞാണ് ഇതെല്ലാം ചെയ്തത്? പറയൂ. ആരെങ്കിലും അടയ്ക്കുമെന്ന് പറഞ്ഞാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്? അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു ഒരു 500 കോടി രൂപ കടം. നമ്മൾ എടുക്കുന്നു കടം. കൈയടിച്ച് പാസ്സാക്കണം. കാരണം വേറൊന്നുമല്ല, പണ്ട് പറഞ്ഞിട്ടുണ്ട് ഓണം വിറ്റും കാണം ഉണ്ണണമെന്ന്. ഓണം വിൽക്കാൻ പോണം. അതുകൊണ്ട് നമ്മൾ ഓണം വിൽക്കും. അല്ല, കാണം വിറ്റെങ്കിൽ ഞാൻ പറഞ്ഞത് എന്ത് വിറ്റിട്ടാണെങ്കിലും നമുക്ക് ഓണം ആഘോഷിക്കണം. ആഘോഷിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാസ്സാക്കുന്നു സാർ. ആഘോഷിക്കണം. നമ്മൾ ഓണം ആഘോഷിക്കുന്നു. 500 കോടി രൂപ പാസ്സാക്കും. നമുക്ക് വേണ്ടി മാത്രം ഓണം ആഘോഷിക്കാം. ജനങ്ങൾക്കല്ല, നമുക്ക് ഓണം ആഘോഷിക്കാം. 500 കോടി രൂപ പാസ്സാക്കി. സന്തോഷമായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആശംസ അങ്ങ് പറഞ്ഞാലോ? പറയാം. ഓക്കെ പറ. 1 3 4 ready. ഹാപ്പി ഓണം. ഇതിന്റെ താരം ഒരാളെ വിഷു പറഞ്ഞു. മോശമായ ഒരു കാര്യമാണ്. എന്നെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരുമിച്ച് പറയണം. ശരി സാർ, ശരി. 1 3 4 ഹാപ്പി വിഷു. പണിപാളി ഞാൻ തന്നെയാണ് പറഞ്ഞത്. മനുഷ്യനാണ്, തെറ്റിപ്പോവും. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഡെക്കാറുണ്ട് ഓണാശംസകൾ.
അപ്പൊ ഇത് പറയുമ്പോഴേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ സഭ ഓണത്തിനെ പിരിച്ചു കുറിച്ച് അല്ല അത് ഒന്ന് രണ്ട് സാധനങ്ങളും സഭ നല്ല വിറ്റാണ്. പിരിച്ചു 4 കോമഡി ഉണ്ട്. ഞാൻ ചാക്കോച്ചന്റെയും സഭ പിരിച്ചു. മഞ്ജുവാരും പറയില്ല, ധർമ്മനും പറയില്ല, മമ്മൂക്കയുടെ ഒരു കോമഡി ഉണ്ട്. അത് പറഞ്ഞാലോ എന്റെ ഉണ്ടെന്ന് വേറെ ഒരുപാട് തമാശകളുണ്ട്. ഈ പാലക്കാട് ഞാൻ പോയ സമയത്തെ അത് നല്ല കോമഡിയാണ്. അടിപൊളിയായിരുന്നു. പൊളി. मोहब्बत में रूमियों की कहानी ये वो ഷബിനേടാ മതിയടാ, ഇത് കാശ്മീരായിരുന്നു രജിസ്റ്റർ ആയി. ഇനി എന്റെ എൻട്രി മ്യൂസിക് ഇട്. ആ, ഏയ്, ഹലോ ഹലോ, പ്രശാന്തേ, എടാ എനിക്ക് ഭയങ്കര സന്തോഷമാടാ. ഞാൻ കാശ്മീരെത്തി. കാശ്മീരെത്തി. എടാ കാശ്മീരെത്തിന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നെ ഇവിടെ ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാടാ മനസ്സിൽ. ഞാൻ അവിടെ ഇല്ലല്ലോ ഓണാഘോഷത്തിന്, കോമഡി മാസ്റ്റേഴ്സിൽ. അതിന് എന്തോ സന്തോഷം നീ ആവശ്യമുള്ളവരത് പറയില്ലേ? നീ ഇപ്പൊ എവിടെ നിൽക്കുന്ന? ഞാനിവിടെ ഒരു കുളത്തിന്റെ അടുത്ത്. കുളമൊന്നല്ല, പ്രശസ്തമായ തടാകമാണ്. ആ 2 ചപ്പാത്തി പിടിച്ച കാര്യമായി. കാലും കൂട്ടി തിന്നാ. എനിക്ക് ഇഷ്ടമല്ലേ അത്? പോടാ ഭ്രാന്ത, നിന്നെ പോലെ ഭ്രാന്ത് എനിക്കില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ നിൽക്കുന്ന സ്ഥലത്തെ തീവ്രവാദമൊക്കെ ഉണ്ട്. അതെന്റെ അമ്മൂമ്മയ്ക്കും ഉണ്ടല്ലോ. തീവ്രവാദോ? കോച്ചുവാദം. ഇടയ്ക്കിടയ്ക്ക് തീവ്രമാവും. അപ്പൊ ഞങ്ങളൊരു ആശുപത്രി കൊണ്ടുപോകും. വെച്ചിട്ട് പോടാ ഭ്രാന്ത. അയ്യോ എന്ത് രസമാണ്. ഈ തണുപ്പ് കാരണമാണെന്ന് തോന്നുന്നു മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. അയ്യോ ഇവിടെ അങ്ങ് കഴിക്കാം. ഹലോ, എടി അളിയനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. നീ അവന്റെ കൊടു, ഞാൻ സംസാരിക്കാം. ഈ വെള്ളിമൂങ്ങ പിടിക്കുന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര കേസാവുന്ന സംഭവമാണ്. അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നീ ഒരു കാര്യം അവന്റെ കൊടു. കഷ്ടമെന്ന് പറഞ്ഞ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടാ? കേക്കാലോ. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി എക്സ്പ്രഷൻ ഒന്നും മുഖത്ത് വേണ്ട കേട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിനക്ക് ഇതിന്റെ ആവശ്യം എന്താണ്? ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? അനുസരിക്കാം. നീ അത് വിട്. ഇങ്ങോട്ടൊന്നും പറയണം, ഞാൻ പറയുന്നത് കേട്ടാ മതി കേട്ടാ. ഞാൻ പറയട്ടാ, നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ഞാൻ പറയുന്ന അനുസരിച്ച് അതേപോലെ ചെയ്താൽ മതി. ഇതുള്ള കാര്യം നാട്ടുകാർക്ക് അറിയോ? വെള്ളം ഒടിച്ച് കിടന്നപ്പോ ഇല്ല വഴിയില്ല. എടാ ഇങ്ങനെ ആരെ അറിയിക്കണ്ട. പോലീസുകാർ എന്തായാലും അറിയരുത്. അറിഞ്ഞിട്ടില്ലല്ലോ, അതെനിക്ക് അറിഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമില്ലേ? കടമുണ്ട്, നമുക്ക് വിൽക്കാം. ഇത് മേടിക്കാൻ ആളുണ്ടോ? കൊള്ള ആളുണ്ടെന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ എനിക്ക്. എടാ പക്ഷെ ഒരു കാര്യം, നമ്മൾ 8 പിടി എന്ന് പറഞ്ഞ് വിൽക്കരുത്. വെയിറ്റ് ചെയ്യണം. കുറച്ചും കൂടെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ 4 ലക്ഷം എന്നുള്ളത് 8 ലക്ഷം കിട്ടും. ഐഡിയ ഉണ്ട് എനിക്ക്. നീ എനിക്ക് വിട്ടതാ, നീ എന്റെ തന്നാ മതി. ഇപ്പം വളരാനും വലുതാവാനൊന്നും കാത്തിരിക്കണം. 4 ലക്ഷം കിട്ടിയാലും മതി, കൊടുത്തേക്കാം. നിങ്ങളിൽ വെള്ളിമൂങ്ങ ഉണ്ടാ? വെള്ളിമൂങ്ങ? ആ, എന്റെ അളി ഒരു വെള്ളിമൂങ്ങ പിടിച്ചു. അത് വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ ഒരു വെള്ളി അരഞ്ഞാണോന്നുള്ളത്, അത് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ. എവിടെ നിന്ന് വരുന്നതാ? ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. ഇയാള് പേരെന്തോന്നു? ഞാൻ പുലിക്കുട്ടൻ. എന്തിനൂടെ വന്ന? ഞാന് അവിടുന്ന് കോമഡി മാസ്റ്റേഴ്സ് അവരെല്ലാരും കൂടെ എന്നെ വിട്ടതാണ് ഇങ്ങോട്ട്. ആണാ? ഈ കോമഡി മാസ്റ്റേഴ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്? ഞാനുണ്ട്. അത് ശരി. നിങ്ങളാരാണ്? ഞാനും ഗൈഡാണ്. അപ്പൊ നിങ്ങൾ അച്ഛനാണ് ഡിക്ഷണറി? ഞാൻ ടൂറിസ്റ്റ് ഗൈഡാണ് സുഹൃത്തെ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും, പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കും? വഴി കാണിച്ചു കൊടുക്കും. 3 ദിവസം കൊണ്ട് ട്രെയിനിൽ ഇരുന്ന് കഷ്ടപ്പെടുക. ആണ്ടെ ഈ മോട്ടുമേൽ നീ ബീട്രൂട്ടിന്റെ അടുത്ത് ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വഴി കാണിക്കുന്ന ആളാണ്. ടൂറിസ്റ്റ് ഗൈഡാണ്. അങ്ങനെയാ? ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, നല്ല കാഴ്ചകളുണ്ട്. ഞാൻ മഞ്ഞ് കാണാൻ വന്നേണ്. മഞ്ഞ് കാണാനാ? അത് ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതിയായിരുന്നല്ലോ. ഞാൻ എടുത്ത് നോക്കി, എന്നിട്ട് പക്ഷെ തണുപ്പില്ല. അതിനാണ് വന്നതല്ലേ? ഈ തണുപ്പത്താണ് ഐസ്ക്രീം കുടിക്കുന്നത്? അയ്യോ, പണ്ടല്ലോ പറഞ്ഞ കേട്ടിട്ടില്ല. ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ. അതുകൊണ്ട് തണുപ്പേന തങ്കച്ചമിതിര. കൊള്ളാം. നിങ്ങളൊക്കെ മലയാളം പറയുന്നത്? സത്യം പറഞ്ഞാലേ എന്റെ അച്ഛൻ മലയാളിയാണ്. പിന്നെ എന്റെ അച്ഛൻ പഞ്ചാബിയാണ്. എന്നെ പ്രസവിച്ചത് ഇവിടെയാണ്. ഈ മഞ്ഞില
ആശുപത്രി സ്ഥലമില്ലായിരുന്നാ? അതല്ല പറഞ്ഞത്, എന്നെ കാശ്മീരിലാണ് പ്രസവിച്ചതെന്ന്. അച്ഛൻ മലയാളിയായിരുന്നല്ലോ, പണ്ട് കേരളത്തിലായിരുന്നു. അച്ഛനെന്ന് പറഞ്ഞാൽ പണ്ട് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, വയ്യായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡെയിലി രാവിലെ കുറച്ച് ദൂരം നടക്കണമെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഭയങ്കര മടിയാണ്, നടക്കൂല. എല്ലാം നടത്ത കൂടെ ഒരുമിച്ച് അങ്ങ് നടന്നു കൊടുത്തു, നേരെ കാശ്മീരിലേക്ക് എത്തി. അച്ഛന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാണ്? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചാൽ? അല്ല, എന്റെ അച്ഛൻ ഒരു ദിവസം നടക്കാൻ ഇറങ്ങിയാണ്, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. വരത്തില്ലല്ലോ, അതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലാരുണ്ട്? വീട്ടില് അമ്മയുണ്ട്. അമ്മ എന്ത് ചെയ്യുന്നു? ഒരു മിനിറ്റ്. അമ്മ എന്ത് ചെയ്യുന്നമ്മ? പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. വീട്ടില് പശുവൊക്കെ ഉണ്ടോ? പശുവുണ്ട്. അമ്മയ്ക്ക് ജോലി എന്താണ്? അമ്മ പശുവിനെയൊക്കെ നോക്കും. ആണല്ലേ? നല്ല 20 ലിറ്റർ കറവയൊക്കെ കിട്ടും. നല്ല പാലോ കിട്ടും. പക്ഷേ അത് കൊള്ളൂല, പശുവിനെ കൊടുക്കണം. ഇത്രയും പാലിടുന്ന പശുവിനെ കൊടുക്കുന്ന എന്തിനാ? എന്നെ കടിച്ച് 2 വട്ടം കടിച്ച്. പശു കടിച്ചാ? ഞാൻ കടിച്ച്. ലോകത്തിൽ ആരെയും പശു കടിച്ചത് ഞാൻ കേട്ടിട്ടില്ല. എന്തിനാണ് കടിച്ചത്? അത് കപ്പൽട്ടി പുണ്ണാക്ക് എന്നോണ്ടിരുന്നപ്പോ അതിനകത്ത് കപ്പൽട്ടി നുള്ളി പറക്കേനി. ഓർബിറ്റ് മുട്ടായ പശുവിന്റെ പല്ല്. നിങ്ങൾ സ്ഥലങ്ങൾ കാണണോ? കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യമുണ്ട്, മെയിൻ ഒരു സാധനം എനിക്ക് ഇവിടുന്ന് മേടിച്ചോണ്ടാണ് പോകാനുള്ളത്. എന്താണ്? ഇവിടെ പ്രശസ്തമായ ഒരു സാധനമുണ്ട്, പാക്ക്. പാക്ക് നാട്ടിൽ കിട്ടൂലേ? അല്ലല്ല, ഇവിടെ കിട്ടും. ഇവിടുത്തെ പാക്കിന് വേണ്ടി യുദ്ധമൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മമ്മയ്ക്ക് മേടിച്ചോണ്ട്. ആരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു? പത്രത്തിൽ ഉണ്ടായിരുന്നു. എന്തോന്ന്? കാശ്മീരിൽ പാക്ക് യുദ്ധം. പാകിസ്ഥാനുള്ള പ്രശ്നമാണത് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതാ പാക്കല്ല. ഈ പാക്ക് ആർക്കാണ്? അമ്മൂമ്മയ്ക്ക്. കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. ഫ്രഷ് ആയിട്ട് ഞാൻ പറയട്ടാ? അങ്ങനെ പറഞ്ഞാണ് എല്ലാരും ഇങ്ങോട്ട് കയറുന്നത്. ഇവിടെ കയറിയിരിക്കുമ്പോഴാണ് അളിയുന്നത്, പിന്നെ നിന്ന് പുഴുക്കുന്നത്, അവസാനം പൊളിയുന്നത്. ഇപ്പൊ പറഞ്ഞത് ഫ്രഷ് ആണ്. അതിവിടെ മഞ്ഞിൽ കുഴിച്ചു മൂടിയിട്ട് പോണേ. കുഴിച്ചു മൂടരുത്. അതെന്ത്? അത് ഇവിടെ ഇങ്ങനെ കിടക്കും മഞ്ഞല്ലേ, അത് വേറെ ചാനലിന്റെ ഗ്രൂമറും ആർട്ടിസ്റ്റിലൊക്കെ എടുത്തോണ്ട് അടിക്കണം. ബുദ്ധിയാണ്. വേറെന്തൊക്കെ സാധനങ്ങൾ ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ഉദ്ദേശിക്കുന്നു? ഇവിടെ എനിക്ക് ഒരു സംഭവം അത് നാട്ടിൽ കിട്ടുന്നില്ല. അത് നാട്ടിൽ കിട്ടാത്ത എന്താണ് ഇവിടെ കിട്ടുന്നത്? ടി വി ഒരുപാട് ബ്രാൻഡ് നാട്ടിലുണ്ടല്ലോ. ഇവിടെ ഓൺ ഓഫർ ഇല്ലേ? കാശ്മീരിൽ എവിടെയാണ് ഓണം ഓഫർ? ഒരു ടി വി അത് അവിടെ കിട്ടുന്നില്ല. എന്റെ കൂട്ടുകാരൻ്റെ ഒരു കടയുണ്ട്. ഏത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വാ. എല്ലാരും പറഞ്ഞു നല്ല ടി വി ആണ്, പക്ഷെ ആ ടി വി അവിടെ ഇല്ല. ഇവിടെ കിട്ടുമോ? ഇവിടെ കിട്ടും. ഞാൻ അവനെ വിളിച്ചു നോക്കാം. ഏത് ബ്രാൻഡാണ്? അമൃത ടി വി. അമൃത ടി വി, ആ ടി വി വേണം. നേരത്തെയാണ് ഇവിടെ മഞ്ഞുമലയൊക്കെ ഇടിഞ്ഞു വീഴുവരുന്നു, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വരത്തില്ല. കഷ്ടം തന്നെ. സുഹൃത്തെ, സ്ഥലങ്ങൾ എന്തെങ്കിലും കാണണോ? ഒരു ജോലിയാവുമല്ലോ. ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്, കാണേണ്ട കാഴ്ച. നല്ല മലകള്, നല്ല തടാകങ്ങള്, നല്ല മഞ്ഞ്, ഇതൊക്കെ നമ്മൾ കാണണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ? ചേര, പാമ്പ്, തവള, ചീവീട്. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് ശാന്തമായ താഴ്വര. ഞങ്ങൾ അവിടെ ഉണ്ട്. ശാന്ത ചേച്ചിയുടെ തെറിവിളി. പിന്നെ ഇവിടുത്തെ കൃഷി, അത് ഭയങ്കര മെയിൻ സംഭവമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ആപ്പിള്, ഓറഞ്ച്, സപ്പോട്ട. ആപ്പിൾ, ഓറഞ്ച്, പഴമല്ലേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടൊക്കെ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ കിവിക്ക കിട്ടും. എനിക്ക് എല്ലായിടത്തും കിഴുക്കാ കിട്ടുന്നത്. നിങ്ങളുടെ സ്വഭാവം കൊണ്ട് എനിക്ക് കിട്ടേണ്ടി വരും. ഈ കൃഷിയൊക്കെ എനിക്കും ഉണ്ട്. എന്റെ പറമ്പിലോട്ട് കൃഷിയൊക്കെ. പിന്നെ ചേന, കാച്ചില്, ചേമ്പ്, കിഴങ്ങ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൃഷി തന്നെ. കിഴങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ സത്യം പറഞ്ഞ കാട് കണ്ടിട്ടുണ്ടാ? കാട് സൂപ്പർ കാടാണ്. ഒരുപാട് കാണാനുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. കാട് കയറിയിട്ടുണ്ടാ? ഞാൻ കയറിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു ചെറുക്കുണ്ട് കൊച്ചകില്. എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, അവൻ കാട് കയറും. കാട് കയറി കറങ്ങി കാടും കത്തിച്ചിട്ട് അറിയിരിക്കും. ആ കാടല്ല, ഇവിടെ 6 മണി വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ കോട ഇറങ്ങും. ഇറങ്ങട്ട്, നമുക്ക് വാറ്റി 2 അടിക്കാം. ഞങ്ങളവിടെ ഓപ്പറേഷൻ സൂഫാൻ വന്നതിന് ശേഷം ഒന്നും കിട്ടൂല. കോട വാറ്റെന്നല്ല പറഞ്ഞത്, കോട മഞ്ഞിറങ്ങുമെന്നാണ് പറഞ്ഞത്. അതായിരുന്നു. ഇന്ന് പതിവില്ലാത്ത മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി. തണുപ്പാ? തണുപ്പത്തിരി ഉണ്ട്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുപ്പ് മാറാൻ എന്തെങ്കിലും ഉണ്ടാ? ജാക്കറ്റ് ഉണ്ടാ? 2 നിങ്ങൾ പറഞ്ഞു ഉണ്ടാ. പിന്നെ ജാക്കറ്റ് ഉണ്ട്. ഇവിടെ വരുന്നവരല്ലേ ജാക്കറ്റ്, മഫ്ലർ, പിന്നെ കയ്യൊറ, അതുപോലെ തന്നെ മാസ്ക്, ഇതൊക്കെ വെച്ചാണ് വരുന്നത്. തണുപ്പ് മാറും. അയ്യോ, എനിക്ക് ഇവിടെ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങി പോയാൽ മതി. ഞാൻ ഇതൊക്കെ കൊണ്ട് എവറസ്റ്റ് കൊടുപടി കയറാനൊന്നും അല്ല വന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണേണ്ട ആദ്യത്തെ കാഴ്ച എന്താണെന്ന് അറിയാമോ? കാശ്മീരി സുന്ദരിമാര്. എന്ത് സൗന്ദര്യം എന്നറിയാമോ? ഒരു നോട്ടം നോക്കിയാൽ മതി, പിന്നെ നമ്മൾ കണ്ണെടുക്കില്ല, നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സിലും വന്നിരിപ്പുണ്ട്. സുന്ദരിമാരാ? എന്നൊക്കെയാണ് മകവാ നോക്കിയിരിക്കോ? 2 സെക്കൻഡ് നോക്കിയത് അപ്പോഴേക്കും ഇന്ദ്രാമ്പലിക്കുട്ടാ നോക്കുന്നേന്ന്. അപ്പൊ ഇവിടുന്ന് വരെ കാശ്മീരി സുന്ദരികളെ അങ്ങോട്ട് കൊണ്ടുപോകണം. സൗന്ദര്യം എന്താന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. എല്ലാത്തിനും അവിടുന്ന് പറത്തിക്കണം. കോമഡി മാസ്റ്റേഴ്സിലെ ആൾക്കാരാണല്ലേ? അത് ശരി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാനുള്ള ഏറ്റവും ഹൈലൈറ്റ് കാഴ്ച എന്താണെന്ന് അറിയാമോ? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒഴുകി നടക്കും. ഞങ്ങൾ കേരളത്തിലും ഉണ്ട്. അവിടെ ഉണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വൈകുന്നേരം 7 മണിക്ക് ഒരു മാർക്കറ്റിലോട്ട് വന്നാൽ മതി, അടിച്ചോരത്തം ഒരു ഫ്ലോട്ടാണ്. തന്നെയാണ് പോണത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത് നല്ല രസമുള്ള കാഴ്ചയാണ്. പിന്നെ വേറെ കാര്യം ഞാൻ കണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു സ്ഥലത്തിന് ഇനിഷ്യൽ ഉണ്ടല്ലേ? ആര് പറഞ്ഞു? സ്ഥലത്തിനൊന്നും ഇനിഷ്യൽ ഇല്ലല്ലോ. ഇവിടെ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നു, ഇനിഷ്യൽ ഉണ്ട്. ഇനിഷ്യൽ? സ്ഥലത്തിന് ഇനിഷ്യലുള്ള ബോർഡ് ഇവിടെ വെച്ചേക്കുന്നു, മനസ്സിലായില്ല. മറ്റേ ഇത് ഹിമക്കര ഡി.
സ്ഥലത്തിന്റെ പേരല്ല, ഹിമക്കരടി ഇറങ്ങുന്ന സ്ഥലമാണ്. ഹിമക്കരടി എന്നാണ് എഴുതിക്കുന്നത്. ഹിമക്കരടി. ഞാൻ വിചാരിച്ചു ഈ തെക്കേക്കര പോലെ വല്ലതായിരിക്കും ഹിമക്കരയെന്ന്. എന്തായാലും ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ കേരളത്തിലെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓണം ഞാൻ ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അവിടെ എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്ലബിൽ മത്സരങ്ങളൊക്കെ ഉണ്ട്, ഓണത്തിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാ. പക്ഷെ ഞാൻ മത്സരിക്കൂല. അതെന്ത് പറ്റി? എന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാകും. മത്സരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇങ്ങോട്ടല്ലേ കിട്ടണം, പൈസ കിട്ടില്ലേ? അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. എന്താണ്? ഈ സുന്ദരിക്ക് പൊട്ടുകടല്. അതെങ്ങനെയാണത്? അതെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണ് കെട്ടും, എന്നിട്ട് സുന്ദരിയുടെ ഫോട്ടോ അങ്ങനെ വെക്കും. നമ്മൾ ഈ പൊട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ സുന്ദരിക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കണം. കണ്ണ് കാണാൻ പറ്റൂല, കണ്ണ് കാണാക്കൂല. വിജയാണ് അങ്ങ് വിജയ്. ശരി. പക്ഷെ ഞാൻ പോയി തൊട്ടത് അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയുടെ നെറ്റിയിലായി. കണ്ണ് കാണാത്തല്ലേ സ്വാഭാവികം, അങ്ങനെ സംഭവിക്കും ഒരിക്കലൊക്കെ. ഒരിക്കലല്ല, 3 തൊട്ട് അവരെ നെറ്റി തന്നെ ഇട്ടത്. നമ്മുടെ ഭർത്താവ് നോക്കിക്കൊണ്ടിരിക്കൂ, ഇടിയുടെ പെരുന്നാളായിരുന്നു. അതാണ്. പിന്നെ നിങ്ങളുടെ ഈ കോമഡി മാസ്റ്റേഴ്സിൽ ഈ ഓണ പരിപാടി ഫംഗ്ഷൻ ഒന്നും ഇല്ലേ? ഉണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വന്ന കാശ് ചെലവാക്കി? ആര് കാശ് ചെലവാക്കി? അവരാണ് എന്റെ സ്പോൺസേഴ്സ്. മനസ്സിലായില്ല. അവരാണ് എനിക്ക് പൈസ ഇങ്ങോട്ട് വിടുന്നത്. ചേച്ചി 5000 രൂപ, എലീനെ പഠിക്കല് 2000 രൂപ, മറ്റേ ആലീസ് 3000 രൂപ. അപ്പൊ മറ്റേ കുട്ടിയേക്കില്ല അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് പോയിട്ട് വാ മോനേന്ന്. ഓ അത് ശരി. അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നിങ്ങളെ കാശ് ചെലവാക്കി എല്ലാ പ്രാവശ്യം ഓണത്തിനൊക്കെ വിടുക. എല്ലാ പ്രാവശ്യം എന്നെ ഓണത്തിന് എങ്ങോട്ടെങ്കിലും ഒക്കെ വിടും. ഞാൻ കൊണ്ടാണെന്ന് തോന്നുന്നില്ല. ഞാൻ കൊണ്ടാണ് ആണ്. നിങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാക്കിയായിരിക്കും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആണോ? ആ സംശയം വിളി ചോദിച്ചോ. വിളിച്ച് അയ്യോ ഈ വണ്ടിക്കൂലിക്കുള്ള പൈസ എന്നുള്ളൂ, മൊബൈൽ ചാർജുള്ള പൈസ അവര് തന്നില്ല. ഒരു കോള് കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കലും നമ്മൾ ആലോചിച്ചു. അതാണ് ഇതാണ് മാസ്റ്റേഴ്സ് പ്ലാൻ എന്ന് വെച്ചാ കോമഡി മാസ്റ്റേഴ്സ് പ്ലാൻ. വിളിക്കുട്ടാ നീ വല്ലാത്തൊരു ക്യാരക്ടർ തന്നെ. താങ്ക് യു അണ്ണാ. അതിന് താങ്ക് യു. ഇത്ര നാൾ എല്ലാരും പറഞ്ഞു ഞാൻ കിഴങ്ങാന്നാ, ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ ക്യാരറ്റാന്ന്. അങ്ങനല്ല, ഇങ്ങനെ ശരിയായില്ല. അതിന് ഇതിവിടെ തണുപ്പല്ലേ കാണിക്കാൻ ഫ്ലേവർ. Cutie, the hand wash presents Comedy Masters, co-presented by SLBS Marklands, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. Yes. தங்கச்சி எப்படி இருக்கு தங்கச்சி? ரொம்ப அழகா இருக்கு. அழகா இருக்கு. சரி, ഇവിടുന്ന് ഒന്നും കിട്ടിയത് പറയില്ല, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടി കൊണ്ടിറങ്ങിയിരിക്കും. കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടി. ഞാൻ മലയാളം തമിഴിലേക്ക് ചേക്കേറിയാലോ എന്നൊരു സംശയമുണ്ട്. വേണ്ട തമിഴിലേക്ക് ചേക്കേറിയാലോ എന്നൊരു ഒരു ചേക്കേ കാണൂല. சரி அண்ணாச்சி, இங்க என்ன പരിപാടി നടക്ക പോറേ? അപ്പൊ ഇപ്പൊ വരാൻ പോകുന്നത് ഒരു സുന്ദരനായ പയ്യനാണ്. അഴകാണ് പയ്യൻ. അവനൊരു ബാങ്ക് മാനേജറാണ്. അവന് നല്ലപോലെ പാട്ട് പാടാൻ പറ്റുമോ? അത് മാത്രം എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് അവൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനുമാണ്. എന്താ സുന്ദരന്റെ പേര്? നിങ്ങൾ തരാടാ, മനേഷ് മണി. ഇപ്പൊ വരും. എല്ലാരും വാങ്ങോ സ്റ്റാൻഡപ്പ് കോമഡി പാറുങ്കോ. എല്ലാരും വാങ്ങോ സ്റ്റാൻഡപ്പ് കോമഡി പാറുങ്കോ. അണ്ണാ അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് ഡിലേറ്റ് പറയാൻ വേണ്ടി രണ്ടാമത് സ്റ്റാൻഡപ്പ് കോമഡി പാറുങ്കോടാ. ഞാനാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു സ്ട്രഗിളിംഗ് സിംഗറാണ്. എന്ന് പറഞ്ഞാൽ സിംഗ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സിംഗർ. ഞാനൊരു സിംഗർ സെലിബ്രിറ്റി ആവാൻ വന്നപ്പോൾ ഈ സൊസൈറ്റിയും മലയാള സിനിമയിലെ ചില ലെജൻസും കൂടി എനിക്കായിട്ട് ചില പണി തന്നിട്ടുണ്ട്. അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വെൽക്കം. നമ്മുടെ ഹരിഹരൻ സാറില്ലേ, ലെജൻഡറി സിംഗർ, അദ്ദേഹവും ഞാനും സ്റ്റേജിൽ പാട്ട് പ്രസന്റ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. സത്യമായിട്ടും നിങ്ങൾ ശരിക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അദ്ദേഹം പാടിയ ചിത്രത്തിലെ സിനിമാ പാട്ടുകൾ ഒരിക്കലും അതേപോലെ തന്നെ സ്റ്റേജിൽ പാടാറില്ല. ഞാനും പാടാറില്ല. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ പുള്ളിയെ സെലിബ്രിറ്റി ആക്കി എന്നെ വെറും ഇന്റർസിറ്റി ആക്കി. ഇതുപോലെ തന്നെ ഞാൻ പാട്ട് പാടാനായിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൻ ആയിട്ട് പണി തന്ന 2 ലെജൻസ് ആണ് ദാസേട്ടനും രവീന്ദ്രൻ മാഷും. ഉദാഹരണ സഹിതമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം ഇവര് ഈ കോംബോയിലുള്ള പാട്ടുകൾ എടുത്ത് നന്നായിട്ട് പാടിക്കഴിഞ്ഞാലാണ് അവരൊരു നല്ല ക്ലാസിക്കൽ സിംഗർ ആകുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവരൊരു കിടിലം പാട്ടം എടുത്ത് രാമഗതാഗാനലയം മംഗളമൻ തമ്പുരുവിൻ കിടിലായിട്ട് പോയി. അവസാനം അവര് എനിക്ക് പണി തന്നു. കേട്ടിട്ടില്ലേ? സാരി സരി സരി സാരി സ. എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ മിക്ക പാട്ടിലും അവസാനം ഇങ്ങനത്തെ ഒരു പണി അവർ തരും. ഞാൻ എന്ത് ചെയ്ത് അവസാനം പണിയില്ലാത്ത അവരൊരു പാട്ടെടുത്തൊക്കെ കീച്ചി. ഈ പ്രാവശ്യം എനിക്ക് ആദ്യത്തെ വരി തന്നെ ഒരു പണി തന്നു. ഞാൻ കഷ്ടകാലത്തിന്റെ എടുത്തത് ഗംഗേ, ശ്വാസം പോലും കിട്ടിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യവും അവസാനം ഒരു പണി വെച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ആരെന്ത് ചെയ്ത് ആദ്യം അവസാനം ഇല്ലാത്ത ഹരിമുരളി ഒരിടത്തൊക്കെ കീച്ചി. ആദ്യവും കുഴപ്പമില്ല, അവസാനം കുഴപ്പമില്ല.
നടുക്ക് തേ കിടക്കണ് മധുമൊഴി രാധ മധുമൊഴി രാധേ നിന്നെ തേടി എന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഞാൻ ഇവരുടെ അപ്പൊ എനിക്ക് ചെറുതായിട്ട് അവരോട് അസൂയം കുശുമ്പും കുന്നായ്മയൊക്കെ ആയി. ഞാനിങ്ങനെ പാട്ട് പഠിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ ദാസേട്ടനും രവീന്ദ്രൻ മാഷും കൂടെ ഉണ്ടല്ലോ നമ്മളെ പാടി പറ്റിച്ചിട്ടുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ കേൾപ്പിച്ചു തരാം. സ്നേഹരാഗലോലമോ നീലാവിൻ കാവ്യമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ലളിത ഗാനം എന്ന് പറയല എന്തായിരിക്കണം? ലളിതമായിരിക്കണം. മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖ ലളിത, അത് ഇവിടുത്തെ ലളിത ഗാനം. അത് സങ്കീർണ ഗാനമാണ്. ഇതാ ഞാൻ പറയാം ഒരു പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ദാസേട്ടൻ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പാട്ടുകൾ പാടുന്നത്. പക്ഷേ ഞാൻ ഈ അടുത്ത് പാടാൻ പോണ പാട്ടുണ്ടല്ലോ, അദ്ദേഹം അങ്ങനെയല്ല പാടിയേക്കുന്നത്. അതേത് പാട്ട് കേട്ടു വയ്ക്കോ? പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടെന്നൊരു നാളും പൂക്കാമാം കൊമ്പിൽ. ശരിക്കും ആ പാട്ട് അങ്ങനെയല്ല പാടേണ്ടത്. കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാണെങ്കിൽ പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടും ഒരു നാളും പൂക്കാമാം കൊമ്പിൽ. എൻ്റെ അമ്മച്ചി ആ സീൻ നിങ്ങൾക്ക് അറിയാമോ? അല്ലിയുടെ സൈക്കിൾ എടുത്ത് ഭീഷണിയും വെച്ചോണ്ട് 70 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ കെട്ടിക്കഴിഞ്ഞാൽ പാട്ട് പാടാൻ പോയിട്ട് മൂളാൻ പോലും. ഇതാ ഞാൻ പറഞ്ഞ പുള്ളി പറ്റിച്ചിട്ടുണ്ട്. അടുത്തൊരു ലെജൻഡ് ഉണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി റൈറ്ററാ. ഞാൻ ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചാൻസ് തരാത്തതുകൊണ്ട് ഇവരോടുള്ള അസൂയാണെന്ന്. അല്ല, ഈ ഗിരീഷ് പുത്തഞ്ചേരി ശരിക്കും പറഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. ഒളിച്ചു കടത്തും പുള്ളി ചില സാധനങ്ങൾ. ഒരു ഹൊറർ സാധനം എടുത്തിട്ട് പുള്ളി റൊമാൻസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൊറർ ബീജിയം വെട്ടി ഞാൻ കാണിച്ചു തരാം. ഹൊറർ ബീജിയം വെട്ടട്ടെ. പിന്നെയും പിന്നെയും ആരാന്നറിയാൻ പാടില്ല, ആരോ ഒരാള് കിനാവിന്റെ പടികടന്ന് ഇങ്ങനെ വന്ന ഒരു കാലൊച്ച. നമ്മൾ തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോ വീണ്ടും വീണ്ടും ആരോ ഒരാൾ നിലാവത്ത് സ്വർണത്തിന്റെ ഓടക്കുഴലിൽ നിന്നും മൃദുമന്ത്രണം ഓതുന്നു. തീർന്നിട്ടില്ല, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പേടിച്ചു പോയില്ലേ? ഹൊറർ സാധനല്ലേ? ഇതാണ് പുള്ളി ഇങ്ങനെ തന്നേക്കണേ. പിന്നെയും പിന്നെയും പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ ആരോ ഇത് സാധനം ഉണ്ടല്ലോ. ഇവര് ഹൊറർ എടുത്ത് എന്ത് ചെയ്തു? റൊമാൻസ് ആക്കി തന്നു. പക്ഷെ ഒറ്റ വരി കൊണ്ട് റൊമാൻസ് ഹൊറാക്കിയിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി. ചന്ദനജാലകം തുറക്കൂ നിൻ ചെമ്പകപ്പൂ മുഖം വീടർത്തു അഴകൊഴിയും മിഴികളുമായി ഒരു മാത്ര എന്നെയും ക്ഷണിച്ചു. ഈ രാത്രി ഞാൻ ഈ രാത്രിയിൽ ഞാൻ മാത്രമായി കഴിഞ്ഞാൽ അവിടെ റൊമാൻസ് വരും. പേടിച്ച് നാശായി പോയി. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ പാട്ടുകാരനാവാൻ എനിക്ക് പറ്റൂലെന്ന് മനസ്സിലാക്കാൻ ഞാൻ വിചാരിച്ചു ഒരു ലിറിസിസ്റ്റ് ആയാലോ. പണ്ട് നമുക്ക് എന്തു വേണേലും എഴുതി വയ്ക്കാം. കറുത്ത പെണ്ണേ കരിങ്കുഴലി, അതുപോലെ തന്നെ കറുത്ത തോണിക്കാരാ, അതുപോലെ തന്നെ കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഇതൊക്കെ പണ്ട് എഴുതായിരുന്നു. ഇപ്പൊ എങ്ങനെ എഴുതുവാണെങ്കിൽ കളറ് പറഞ്ഞ് മതം പറഞ്ഞെന്ന് പറഞ്ഞ് നല്ല വീക്ക്. ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കളിക്കി ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഒരു കീച്ചങ്ങ കീച്ചി പൂരത്തെറി എന്നെ ആൾക്കാർ. എനിക്ക് കലിയിട്ട് ഞാനും കുറെ തെറി അങ്ങോട്ട് പോകും. എന്റെ തെറിയുടെ ലെവൽ കൊണ്ട് ഒരുത്തും ചോദിക്കുക റാപ്പർ ആവാനുള്ള മൈൻഡാണോ എന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചേ ഈ റാപ്പറായ ഒരു ഗുണമുണ്ട്, ബീപ്പ് ഇല്ലാതെ എന്ത് വേണേലും വിളിച്ചു പറഞ്ഞു. ആ പിന്നെ റാപ്പർ ഉണ്ടെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു ഗുണം എന്ന് വെച്ചാലേ ആഴ്ചയിൽ നമുക്കുള്ള കണ്ടന്റ് നമുക്കെതിരെയുള്ള FIR തന്നെ കിട്ടും. പിന്നെ ശരിക്കും റാപ്പർ എന്ന് പറഞ്ഞാല് വിറകടുപ്പ് പോലെയാ. കുറച്ച് പുകയൊക്കെ ഉണ്ടേലും നല്ല സ്ലോ കുക്ക് ചെയ്ത് നല്ല സാധനം കിട്ടും. ഈ പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ പുകയല്ല, പൊളിറ്റിക്കൽ കറൻസ്, അതിന്റെ ഷോർട്ട് ഫോം. കാരണം പാട്ട് വെച്ച് ഞാൻ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ടൊരു തുടിപ്പുണ്ടായി. ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞ് പാട്ട് ഉപയോഗിച്ചാ എന്തിനാ ഇടം കണ്ണിൻ തടം കുടിച്ചു. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുവാണേ
നിനക്ക് കണ്ണിക്കേടാണ്. എന്നിട്ട് എന്നെ ഉപദേശിച്ചത് ഡോക്ടർ സെയിം വൈബ് പാട്ടിലൂടെ തന്നെ. കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കല്ലേ, കാണാമറയത്ത് ഒളിച്ചാലും ഇല്ലെങ്കിൽ പകരൂന്ന്, കണ്ണു പകരൂ. എന്നിട്ട് പുള്ളി ഒരു ഉപദേശം കൂടെ, ഈ കണ്ണു സൂക്കേടുള്ളപ്പോ ഒരിക്കലും ഈ പാട്ട് പാടരുത്. ഏത്? കണ്ണും കണ്ണും നോക്കിയാൽ കോളെ കൊള്ളും മാഫിയ, അതും പകരൂന്ന്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പാട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടും എപ്പോഴും ഒന്നും പാടാൻ പറ്റുമൊന്നുമില്ല. ഈ പാട്ട് വെച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാം. അതായത് ഷുഗർ ഉള്ളവർ ഒരിക്കലും ഈ പാട്ട് പാടാൻ പാടില്ല. മധുരം ജീവാമൃതബിന്ദു. എന്നാന്ന് വെച്ചാൽ മധുരം ഷുഗർ ഉള്ളവർക്ക് ജീവാമൃത ബിന്ദു അല്ല, താഞ്ഞു. അടുത്തത് കൊളസ്ട്രോൾ ഉള്ളവർ ഈ പാട്ടുണ്ടല്ലോ പാടാൻ പോയിട്ട് കേൾക്കാൻ പോലും പാടില്ല. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കൊതി വരും. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ള പാട്ടാണ്. കാലാവസ്ഥ നോക്കി പാടേണ്ട ചില പാട്ടുകളുണ്ട്. നല്ല മഴക്കാലത്തൊക്കെ ഉണ്ട്, തുലാമാസത്തിലൊക്കെ ഈ പാട്ട് പഠിക്കാൻ പണി കിട്ടും. മിന്നലേ മിന്നലേ താഴെ വരൂ വന്നാ എന്റെ പൊന്നുമോനെ ബാക്കി ഉണ്ടാവില്ല. അതുപോലെ ചില പാട്ട് പാടിയുണ്ടല്ലോ, നമുക്ക് ആ പാട്ടിലുള്ള പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരം പാടിക്കൊണ്ടിരുന്ന പാട്ടാണേ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. പാടി പാടി എന്റെ മേത്തോട് ഉണ്ണികളായി. അപ്പൊ കുറെ ഉണ്ണികളായപ്പോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ പിന്നോട്ട് പോയില്ല. ഉണ്ണികളെ ഒരു ഈ പുല്ലാങ്, അങ്ങനെ പാട്ട് പാടിയാനൊക്കെ ജീവിക്കുന്നു. പിന്നെ ഈ പാട്ട് വെച്ചിട്ട് നമുക്ക് അപകടകരമായ ചില മുന്നറിയിപ്പുകൾ കൊടുക്കാൻ പറ്റും. ഈ പാട്ടുണ്ടല്ലോ, ഈ അടുത്ത പാട്ട്, പ്രൈവറ്റ് ബസ്സുകാർ നല്ല വീശി വിളക്കണ പ്രൈവറ്റ് ബസ്സുകാർ നോട്ട് ചെയ്തോ, അവർക്ക് യൂസ് ചെയ്തു. അയ്യോ അയ്യോ പിടിച്ചിരിക്കി ഒന്നെ പിടിച്ചിരിക്കി, എന്നവോ എന്നവോ പിടിച്ചിരിക്കി. പിടിച്ചിരുന്നില്ലെങ്കിൽ അവന്മാര് വീശുമ്പോഴത്തേക്ക് നിങ്ങൾ തലകുത്തി. അതുപോലെ തന്നെ ഇപ്പൊ ഞാനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ പാട്ട് വെച്ചിട്ട് കൊച്ചു കുട്ടികൾക്ക് മോട്ടിവേഷൻ അതുപോലെ തന്നെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഈ നമുക്കറിയാം കൊച്ചു കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു വളരണം. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കണം. എങ്ങനെ ചോദ്യങ്ങൾ? ഈ പാട്ട് പോലെ, പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, ഡയന ആമ്പൽക്കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ, താലത്തിൽ പൂപ്പട കൂട്ടാനായി അഖിൽ ബ്രോ കന്യകമാരായിരം എന്നോ മലാളെ കൂടെ കണ്ടു കണ്ടു കണ്ടു. എന്തോരം ചോദ്യങ്ങളാ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. ഉത്തരവൊന്നും കിട്ടാൻ പോലുള്ള, എന്നാലും ചോദിച്ചോളാം. അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ചെറിയതായിരിക്കും നമ്മുടെ ഉള്ളത്, അതങ്ങ് വിസ്തരിച്ച് നമ്മളങ്ങ് യൂസ് ചെയ്തോളാം. കേട്ടിട്ടില്ലേ? സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. ഒറ്റ വാക്കുകൊണ്ട് ഒരു പല്ലവി അങ്ങ്. അടുത്തത്, കൊച്ചു കുട്ടികൾക്ക് നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പാട്ട് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പറ്റും. ആ കൊച്ചു പിള്ളേരുടെ കാര്യമാണ്, ഇവരുള്ളവർക്ക് മനസ്സിലാവും. ഞങ്ങക്ക് പഠിക്കാനുള്ളതാ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞു. തുടങ്ങാം. വാദാ പിഗണപദേഹം ദേവദുന്ദുബി ആന്ധ്രലയം എൻ ജീവനേ വൈക്കത്തഷ്ടമി ഞാനൊരു. അടുത്തത് നമ്മളിൽ പലർക്കും ആവശ്യമുള്ളതാണ്. നമ്മൾ വാട്സപ്പിൽ താല്പര്യമില്ലാണ്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഒരു സാധനം യൂസ് ചെയ്യില്ലേ, അതിനുവേണ്ടി നമുക്ക് ഒരു പാട്ടിന്റെ ഹമ്മിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ, അതും ആ പാട്ടിൽ തന്നെ ഉണ്ട്. ഓ സൂപ്പർ. ഇനി വാട്സപ്പിലൂടെ ഒക്കെ വളച്ച് നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ദാമ്പത്യത്തിലേക്ക് കിടക്കും. ഇനി ദാമ്പത്യത്തെ കുറിച്ച് നമുക്ക് പാട്ടിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പഴയകാല ദാമ്പത്യവും പുതിയ കാല ദാമ്പത്യവും നമുക്ക് പാട്ടിലൂടെ വരച്ച് കാണിക്കാൻ പറ്റും. ഈ പഴയകാല ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രവീന്ദ്രൻ മാഷിന്റെയും ദാസേട്ടന്റെയും ഈ പാട്ട് പോലെ കാണാമല്ലോ അല്ലേ? പുഴയുടെ ഗാനസരാമൃത ലഹരിയിൽ ഒരു നവ കനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ തവിടുപടി
പ്രമദവനം. അതായത് ചെറിയ ചെറിയ രസക്കേടുകളൊക്കെ ആയിട്ട് മെല്ലെ കയറി പോയി ഇടയ്ക്കൊന്ന് വീണ് നമ്മൾ വീണ്ടും പിടിച്ചു കയറും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെ ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും അല്ല. നമ്മുടെ AR റഹ്മാന്റെ പാട്ട് പോലെയാ. അത് ആദ്യം കേൾക്കുമ്പോൾ നല്ല സൂതിങ്ങാ. വായ്പേസവേ വായ്പില്ലയേ വലി തീരെ വഴിയുന്നുവോ. നല്ല സ്മൂത്താണ്. പെട്ടെന്ന് ഗമപാപാരി ഗമപാപാരി സനി 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 സ നിനി സ സ സ നിനി സ സ സ നിനി 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 സ ഗമപ ഗമപ ഗമരി സനി. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പോവും. ഞാനും എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പോവും. പോട്ടെ. ദാമ്പത്യത്തിന്റെ താരത്തിലാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. കിടിലായിരുന്നു ബ്രോ. ഇതുപോലൊരു ഐറ്റം ജീവിതത്തിൽ കണ്ടു. സത്യം. ശരിക്കും അമൃതയിലല്ലേ തുടങ്ങിയത്? തുടക്കം കുറിച്ചത് ഇവിടെ തന്നെയല്ലേ? അടിപൊളി. സത്യത്തിൽ പാട്ടുകാരനാവാനല്ലായിരുന്നു ആഗ്രഹം. ആഗ്രഹം അത് തന്നെ. പാട്ടുകാരനും ആയില്ല, മിമിക്രിക്കാരനും ആയില്ല, സ്റ്റാൻഡപ്പ് കോമഡിക്കാരനും ആയില്ല. നിങ്ങള് പാട്ടുകാരനുമായി, മിമിക്രിക്കാരനുമായി, സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായി, ഫേമസുമായി, ബാങ്ക് മാനേജറായി. മനീഷ്, ഞാൻ ഒരു നല്ല കാര്യം നോട്ടീസ് ചെയ്തത്, ഒന്നാണെങ്കിൽ പാട്ട് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണുമ്പോൾ ആൽഫബറ്റ്സ്, കുട്ടികൾക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം നമ്മൾ പോലെ വിഷ്വൽ മീഡിയം എന്ന ബെസ്റ്റ് വേ ഒരാളെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ പോലെ ആഴത്ത് നമുക്ക് ഒരാളെ ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ ദ ബെസ്റ്റ് വേ. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഓരോ പാട്ടുകളും, ഓരോ രീതി, ദ വേ യു ഹാവ്. ബിക്കോസ് എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സാണ് ഓർമ്മ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. പണ്ടത്തെ ഓൾഡ് സോങ്സ്. സൂപ്പർ. ഐ റിയലി ലവ് ഇറ്റ്. മലയാള സിനിമയിൽ ആദ്യത്തെ പാട്ട് ഏത് സിനിമയിലാണ്? അല്ല, മനീഷ് അറിയോ? മനീഷ് ബാലനിൽ പാട്ടുണ്ടെന്ന് അറിയില്ല. ബാലനല്ല മോനെ, നിർമ്മല എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു പ്ലേ ബാക്ക് പിന്നണി ഗാനം വരുന്നത്. നിർമ്മല എന്ന സിനിമയിലാണ് 1948. ആ പാട്ട് ഏതാണെന്ന് എനിക്ക് പറഞ്ഞൊന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട്. പാടുകാരാന്നറിയോ? അതൊക്കെ എനിക്ക് ചേച്ചി ഇതെല്ലാം എനിക്ക് നോക്കണമെന്നുണ്ട്. റേഞ്ച് കുറവുണ്ട്. ഞാൻ അഖിലിന്റെ കൂടെയാണ്. റേഞ്ച് ഉണ്ടാകുന്ന ഞാൻ പൊളിച്ചനെ. ഈ ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാ ഓണത്തിനും നമുക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ പരിപാടി ഉണ്ട്, ഓണക്കോടിയൊക്കെ. അതുപോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് ഈ ഓണമായിട്ട് നമ്മൾ പുതിയതായിട്ട് കൊടുത്തതാണ് മനീഷിന്റെ മ്യൂസിക്കൽ സ്റ്റാൻഡപ്പ് കോമഡി. Thank you, Manish. Thank you so much. ഇനിയും വരണം. We're waiting for that. Okay? QT, the Hand Wash Presents Comedy Masters, co-presented by SLBS Marklands, powered by Amrtaveni Life Kit, co-powered by Rajakumari Grow. Wow. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് ഈ ആഘോഷം കുറച്ചും കൂടെ പൊടിപൂരമാക്കാൻ വേണ്ടിയാണ്. അതിന് എന്തായാലും നമുക്കൊരു പെർഫോമൻസ് വേണ്ടേ? Are you guys ready? Yes. Are you guys ready? Ready. എന്നാ പെർഫോമൻസ് കാണാം. നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം ആലിംഗിലമ്മ. പഴനിയിൽ മുരുക കളിയുക വരദ, മലയുടെ മേൽ വാഴും മയിൽ വാഹന, ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി, കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ, പല വഴി താണ്ടി ദുരിതങ്ങൾ പേറി, ഇവിടത്തി മോഹങ്ങൾ ചൊല്ലിടാനായി, മനസ്സിലെ കോവിലിൽ തുടിക്കുന്ന മുരുകന് ഹരോഹര മലയുടെ മേൽ മയിൽ വാഹന, ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി, കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ, പഴനിയിൽ മുരുക കലിയുക വരദ, മലയുടെ മേൽ വാഴും മയിൽ വാഹന, ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി, കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ.
മേളം കൂട്ടി കാവടിയും തുള്ളി അണ്ടിപ്പണ്ടാരം മുമ്പിൽ വരുന്നു ഞങ്ങൾ. ദേവരഥമേറി ദേവസേനാപതിയായി താരകന്റെ നിഗ്രഹത്തിനണയും ദേവാ. ആയുധമേലിൽ ശക്തി കൂട്ടും മുരുക, കാലത്തിൻ ശക്തി നീയെ വേൽ മുരുക. ആയുധമേലിൽ ശക്തി കൂട്ടും മുരുക, കാലത്തിൻ ശക്തി നീയെ വേൽ മുരുക. ഹരോഹര ഹരോ ഹരോ ഹര, ഹരോഹര ഹര ഹരോ ഹര. അങ്കു നിറഞ്ഞ മനസ്സോടെ എത്തി അനുഗ്രഹമേകി പുഞ്ചിരി തൂകി കണ്ണിനു കണ്ണായി വാഴും മുരുക 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 മുരുക. ഹരോഹര ഹര ഹരോ പഴനിയിൽ മുരുക കലിയുഗ വരദ. മലയുടെ മേൽ വാഴും മയിൽ വാഹന, ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ കഴിക്കും നിൻ പദങ്ങൾ പോകാൻ. പഴനിയിൽ മുരുക കലിയുഗ വരദ, മലയുടെ മേൽ വാഴും മയിൽ വാഹന, ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ. അടിപൊളി. ശരിക്കും പറഞ്ഞാ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ അറിയോ, ഇവരൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വന്നില്ലേ, ഓ കിടിലം, അടിപൊളി. കൈകൊട്ടിക്കളിയിലെ ഗോട്ട്. അതെ അതെ, നമ്മൾ പറയില്ലേ സെൽഫ് മോട്ടിവേഷന് വേറെ ആരും വേണ്ട, അവരെന്നെ ഒരു ടീമാണ് അതില്. കാരണം ഞങ്ങൾ എണീറ്റ് നിന്ന് പോയി ഇരിക്കും, നമുക്ക് ഇരുന്ന് പറയാം. ഓ പെട്ടതേ ഞാൻ എന്റെ അമ്പലത്തിൽ അത് വിചാരിച്ചു. Who is the founder of കൈകൊട്ടിക്കളി? No one. ഒരാളും ഇല്ല. അങ്ങനെയല്ല, അതായത് അത് നാട്യശാസ്ത്രത്തിൽ നിന്ന് വന്ന് ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു കലാരൂപമാണ് കൈകൊട്ടികൾ. അതെ, കൈകൊട്ടിക്കളിയുടെ ഫൗണ്ടർ ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ, അതായത് ആലിംഗൻ അമ്മയുടെ ക്യാപ്റ്റന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഹായ് സിന്ധു ചേച്ചി. ഹായ്. ഹായ് ചേച്ചി, എന്നാണ് വിശേഷം, സുഖമാണോ? അടിപൊളിയായിരുന്നു കേട്ടോ. പറ ചേച്ചി, നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ കാര്യം കേൾക്കട്ടെ. ആരാണ് ഈ ടീമിനെ കണ്ടുപിടിച്ചത്? ഞങ്ങള് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, പെരിഞ്ഞനം ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൈകൊട്ടിക്കളി ടീമാണ്. ആക്ച്വലി കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തൃശ്ശൂർ, ഇരിങ്ങാലക്കുട ഭാഗത്ത് ഓണക്കളി, വട്ടക്കളി അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ കളിച്ച കളിക്ക് നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിന് ഞങ്ങൾ വീരനാട്യം എന്നാണ് പേരിട്ടേക്കുന്നത്. ഞങ്ങളൊരു തിരുവാതിരയുടെ ഗ്രൂപ്പായിട്ട് തുടങ്ങിയതായിരുന്നു ആദ്യം. പിന്നീട് ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞതിൻ്റെ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഓണം സെലിബ്രേഷൻ വന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു എന്തെന്ന് പറയുക, നാടൻ പാട്ട് കൈകൊട്ടിക്കളി വെച്ചിട്ട് വെറുതെ ഒന്ന് അടിച്ചു പൊളിച്ച് കളിച്ചു. പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 1-2 സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾക്ക് പ്രോഗ്രാം വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ 1/2 മണിക്കൂറൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 2.5 മണിക്കൂറിനുള്ളിലാണ് ഞങ്ങളുടെ ഷോ വരുന്നത്. അതും ഒരു എങ്ങനെയോ 1500-ൽ താഴെ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്, ഷോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃത ടിവിയിൽ 2ാമതാ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമഡി സൂപ്പർ അമ്മയും മകളും. അടിപൊളി. എന്തായാലും നമ്മുടെ ഓണാഘോഷത്തിന്റെ ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ആലിംഗൻ അമ്മയുടെ പെർഫോമൻസ് കിടിലമായിരുന്നു. ഞങ്ങൾക്ക് തന്നാൻ പറ്റിയ എന്നുള്ള ഒരു ചാർജ് ഉണ്ടല്ലോ, അത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരാഴ്ച അങ്ങ് ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ഓണാഘോഷം, ഓരോ ദിവസവും വെറൈറ്റി പരിപാടി, വെറൈറ്റി വൈബ്, വെറൈറ്റി എനർജി ആയിട്ട് വരില്ലേ ചേച്ചി? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ ചേച്ചി. അപ്പൊ ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ ആലിംഗമ്മ ടീമിനാണ് കൊടുക്കേണ്ടതാണ്. യെസ് ഗൈസ്, സൂപ്പർ. ഹാപ്പി ആയില്ലേ നിങ്ങളെല്ലാരും? ഞാൻ ഇനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓണാഘോഷം എന്താ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ തുടങ്ങി കഴിഞ്ഞു. നിങ്ങളുടെ എന്നുള്ള ഒരു പവറും കൂടെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇത് അങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതെ, അല്ലേ? 2, 3 അപ്പൊ ഈ പവർഫുൾ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കിടിലമായിട്ട് നമ്മൾ തിരിച്ചു വരും. അതിലേക്കും